Dear students, welcome back to my YouTube channel. നമ്മൾ കഴിഞ്ഞ 4 വീഡിയോസിൽ ഏതൊക്കെ ടൈപ്സ് സ്കോളർഷിപ്പ് അവൈലബിൾ ആണ് എന്ന കാര്യം ഡിസ്കസ് ചെയ്തു. അതിൽ 2 വീഡിയോസ് സയൻസ് സ്റ്റുഡൻസിനെ റിലേറ്റ് ചെയ്തതായിരുന്നു. ഏതൊക്കെ സ്കീമുകളാണ് സയൻസ് സ്റ്റുഡൻസിനുള്ളത്, അതേപോലെ സമ്മർ റിസർച്ച് പ്രോഗ്രാംസ് സയൻസ് സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും അതിൽ വിശദീകരിച്ചു. മറ്റ് 2 വീഡിയോസ് ജനറൽ സ്റ്റുഡൻസിന്, എല്ലാ സ്റ്റുഡൻസിനും, ഡിഗ്രി PG സ്റ്റുഡൻസിനും പിന്നെ അവൈലബിൾ ആയിട്ടുള്ള സ്കോളർഷിപ്പുകൾ ഏതൊക്കെയാണ്, അതിൽ ഒന്ന് സ്റ്റേറ്റ് സ്കീമിനെ കുറിച്ചും മറ്റൊന്ന് സെൻട്രൽ സ്കീമിനെ കുറിച്ചുമായിരുന്നു ഡിസ്കസ് ചെയ്തത്. ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റേറ്റ് സ്കോളർഷിപ്പുകൾ, സ്റ്റേറ്റ് സ്കീമിലെ സ്കോളർഷിപ്പുകൾ എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന്, വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ഓൺലൈൻ ആപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന കാര്യം ഡെമോൺസ്ട്രേറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ വാച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഏതൊക്കെ സ്കോളർഷിപ്പുകൾ ഒരു സ്റ്റുഡൻറ്റിന് അവൈൽ ചെയ്യാൻ പറ്റും, ഏതൊക്കെ സ്കോളർഷിപ്പ്, മൾട്ടിപ്പിൾ സ്കോളർഷിപ്പ് അവൈൽ ചെയ്യാൻ പറ്റും, അതേപോലെ ഓരോ സ്കോളർഷിപ്പിന്റെയും എലിജിബിലിറ്റി ഡീറ്റെയിൽസ്, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യത്തെ വീഡിയോ വാച്ച് ചെയ്യുക. അതിനുശേഷം ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ വീഡിയോ വാച്ച് ചെയ്യുക. അപ്പൊ നമ്മൾ കാണിക്കുന്നത് DCE സ്കോളർഷിപ്പ്, DCE സ്കോളർഷിപ്പുകൾ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നതാണ്. ഇതാണ് ഇതിന്റെ പോർട്ടൽ, ഓൺലൈൻ സ്കോളർഷിപ്പ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് collegiate എഡ്യൂക്കേഷൻ, ഗവൺമെന്റ് ഓഫ് കേരള. ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈപ്സ് ഓഫ് സ്കോളർഷിപ്പ്, ഇങ്ങനെ 15ഓളം സ്കോളർഷിപ്പുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ്, സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പും ഇത് സെൻട്രൽ ഗവൺമെന്റ് സ്കോളർഷിപ്പുകളാണ്. ബാക്കിയുള്ള സ്റ്റേറ്റ് മെറിറ്റ്, ഡിസ്ട്രിക്ട് മെറിറ്റ്, മെറിറ്റ് സ്കോളർഷിപ്പ് ടു ചിൽഡ്രൻ ഓഫ് സ്കൂൾ ടീച്ചേഴ്സ്, ഹിന്ദി, മുസ്ലിം നാടാർ, സാൻസ്ക്രിറ്റ്, സുവർണ ജൂബിലി, അതുപോലെ ബ്ലൈൻഡ് PH, മുസ്ലിം ഫൈൻ ആർട്സ്, ഇത്രയും സ്കോളർഷിപ്പുകളാണ് ആസ്പയർ സ്കോളർഷിപ്പ്. ഇത്രയും സ്കോളർഷിപ്പുകളാണ് DCEയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ മുസ്ലിം ഗേൾസിന് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഇതിന്റെ വേറൊരു വെബ്സൈറ്റ് ഇതിനായിട്ടും MGSന് വേണ്ടിയിട്ട്, മുസ്ലിം ഗേൾസ് സ്കോളർഷിപ്പിന് വേണ്ടി. അപ്പോൾ ഈ വെബ്സൈറ്റിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റേറ്റ് മെറിറ്റ്, ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അപ്ലൈ ഓൺലൈൻ, അതിന്റെ ഇൻസ്ട്രക്ഷൻ കാണാൻ പറ്റും, ആൻഡ് ബേസിക് ഡീറ്റെയിൽസ് ആൻഡ് എമൗണ്ട്, ഇത്രയും കാര്യങ്ങൾ, എലിജിബിലിറ്റി ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഈ എല്ലാ സ്കോളർഷിപ്പും, ഞാൻ ഇപ്പൊ പറയാൻ വന്ന എല്ലാ സ്കോളർഷിപ്പും, അപ്ലിക്കേഷൻ ഈസ് ഓപ്പൺ നൗ ആൻഡ് ലാസ്റ്റ് ഡേറ്റ് ഈസ് 1 December ആണ്. അതുപോലെ നിങ്ങൾക്ക് ഓരോന്നും പരിശോധിക്കാവുന്നേ ഉള്ളൂ. മെറിറ്റ് ഹിന്ദി സ്കോളർഷിപ്പ്, വാട്ട് ഈസ് ദ ലാസ്റ്റ് ഡേറ്റ് ഫോർ ഹിന്ദി. ഇപ്പം നിലവിൽ വിളിച്ച DCEയിലുള്ള എല്ലാ സ്കോളർഷിപ്പിന്റെയും ലാസ്റ്റ് ഡേറ്റ്, ഫ്രഷ് ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് 1/12/2020 ആണ്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഇതിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യാവുന്ന കാര്യം നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഫസ്റ്റ് ഈ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത്. ഫസ്റ്റ് യു രജിസ്റ്റർ ഇറ്റ്, then you can apply the types of scholarship which is suitable for you. അപ്പോൾ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് യു ഹാവ് ടു ക്ലിക്ക് ഓൺ ഓൺലൈൻ രജിസ്ട്രേഷൻ, then it will direct you to this page. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, പ്ലീസ് യൂസ് യുവർ SSLC or equivalent examination details to fill in the first paragraph of your registration. The registration will be invalid if any other details is used. ചില സ്റ്റുഡൻസ് +2ന്റെ രജിസ്ട്രേഷൻ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്യും. അത് ആ മിസ്റ്റേക്ക് ഒഴിവാക്കാനാണ് ഈ പോപ്പപ്പ് മെസ്സേജ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, ക്ലിക്ക് ഓൺ ഓക്കെ. Then you get this window, student online registration, and you have to fill this up. ഇവിടെ ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ കേരള സ്റ്റേറ്റ് SSLCയുടെ ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ കേരള സ്റ്റേറ്റ് SSLC ആണെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം. പിന്നെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യാം, ഇയർ ഓഫ് പാസിംഗ്, SSLC പാസ്സായ ഇയർ 2018,
അപ്പൊ ഇവിടെ ഒരു രജിസ്ട്രേഷൻ ID നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യും. അതിന് ഒരു ഫോമാറ്റ് ഉണ്ട്. സാധാരണയായിട്ട് ഒരു ടെംപ്ലേറ്റ് എന്ന് വേണം പറയാം. 0100 then your SSLC register number then year of passing ന്റെ 18 എന്നത്. അതിനുശേഷം പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് if you already registered for PJMS after SSLC your registration details will be here. അപ്പൊ നെയിം ഓഫ് കാൻഡിഡേറ്റ്സ് ഫിൽ ചെയ്യാം, ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാൻ പാടില്ല, മെയിൽ, സെക്സ് ആൻഡ് നാഷണാലിറ്റി, then you have to fill it up, Aadhaar ID, then house name, address, permanent address. Any communication addressum permanent addressum same ആണെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേ അഡ്രസ് വരും. Then details of present institution and course you can select here state, district, institution type, name of institution and course type, അതേപോലെ കോഴ്സ്, ഡേറ്റ് ഓഫ് അഡ്മിഷൻ, നിങ്ങൾ അഡ്മിഷൻ എടുത്ത ഡേറ്റ്, അതേപോലെ അഡ്മിഷൻ നമ്പർ, കോളേജിൽ നിന്ന് കിട്ടിയ അഡ്മിഷൻ നമ്പർ, അറ്റൻഡിങ് ഫുൾ ടൈം കോഴ്സ്, യെസ്. Then details of course based on scholarship is being sought, examination passed. ഇവിടെയാണ് നിങ്ങൾ +2 മാർക്ക് കൊടുക്കേണ്ടത്. എക്സാമിനേഷൻ പാസ്ഡ് ഇവിടെ +2 മാർക്ക് കൊടുക്കാം, സ്ട്രീം ഏതാണെന്ന് പറയാം, ഇയർ ഓഫ് പാസിംഗ് പറയാം, ടോട്ടൽ മാർക്ക് സെക്യൂർഡ്, മാക്സിമം mark percentage you can calculate by using this one, and receiving any other scholarship you can select no. So far you have not received yet. And bank details, ഇത് തെറ്റിക്കാതിരിക്കുക, ബാങ്ക് അക്കൗണ്ടിലേക്കാണ് എമൗണ്ട് വരിക, അത് തെറ്റിക്കഴിഞ്ഞാൽ അക്കൗണ്ട് മാറും. സിംഗിൾ അക്കൗണ്ട് ആയിരിക്കണം, പിന്നെ നാഷണലൈസ്ഡ് ബാങ്ക് ആയിരിക്കണം. So name of pay should be as on your bank account. Then password setting ആണ്, യൂസർ ID നേരത്തെ സെയിം ആയിരിക്കും. Then enter new password. പലപ്പോഴും പാസ്വേഡ് മറക്കാറുണ്ട്, പല കേന്ദ്രങ്ങളും അക്ഷയ പോലുള്ള കേന്ദ്രങ്ങളാണ് പാസ്വേഡ് കൊടുക്കുക. നിങ്ങൾ ജനറൽ ആയിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഇതുപോലെ ഓർമ്മിക്കാൻ പറ്റുന്ന പാസ്വേഡുകൾ കൊടുക്കുക. എൻ്റെ ന്യൂ പാസ്വേഡ്, റീ എൻറ്റർ, ആൻഡ് then you agree with this, then type this one, then submit. അതിനുശേഷം ഒരു രജിസ്ട്രേഷൻ ID ക്രിയേറ്റ് ചെയ്തു, പാസ്വേഡും ക്രിയേറ്റ് ചെയ്തതിന് ശേഷം യു ക്യാൻ ഗോ ടു കാൻഡിഡേറ്റ് ലോഗിൻ. ജസ്റ്റ് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുമ്പോൾ ഇവിടെ ചോദിക്കുന്നത് രജിസ്ട്രേഷൻ ID ചോദിക്കും, ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും, പാസ്വേഡ് എന്താണോ പാസ്വേഡ് സെറ്റ് ചെയ്തത്, പിന്നെ ഫ്രഷ് ആണെങ്കിൽ ഫ്രഷ് എന്ന് കൊടുക്കുക, റിന്യൂവൽ കേസുകളിൽ റിന്യൂവൽ കൊടുക്കുക, ദെൻ ലോഗിൻ ചെയ്യാം. ഓക്കെ, then it will direct you to this login page, candidate login. ഇവിടെ personal details you can edit if you want this one, edit institution and course details you can edit, and finally Aadhaar entry you can do like this. And അതേപോലെ തന്നെ ഇനി നിങ്ങൾ സ്കോളർഷിപ്പ് ഡീറ്റെയിൽസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സ്കോളർഷിപ്പും ഇങ്ങനെ ക്ലിക്ക് ചെയ്യാൻ പറ്റും. SMS, this is state merit, you have to fill this details, annual income here, then submit it, and DMS, number of scholarship you can submit, DMS patilla, then Hindi scholarship you can apply. Hindi scholarship ന് ഇത്രയും ഡീറ്റെയിൽസ് കൊടുക്കണം, എന്നിട്ട് സബ്മിറ്റ് ചെയ്യാം. MNS, SJMS, സുവർണ ജൂബിലി മെറിറ്റ്, ഇതില് ഇത്രയും ഡീറ്റെയിൽസ്, അഡീഷണൽ ഡീറ്റെയിൽസ് സുവർണ ജൂബിലി മെറിറ്റ് കൊടുക്കണം. അതേപോലെ BP, HFC, then ഇതേപോലെ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യാം. Then you can print out this application, you can print out, view and print out. Presently there is no one as this there is no application here. അപ്പോൾ അപ്ലിക്കേഷൻ പ്രിന്റ് ഔട്ട് ചെയ്തതിന് ശേഷം അതിന്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റുമായിട്ട് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഒരു വെരിഫൈയിങ് ഓഫീസർ ഉണ്ടാവും, അദ്ദേഹത്തിന് സബ്മിറ്റ് ചെയ്യണം. ഇപ്പൊ എൻ്റെ കോളേജിൽ ഞാനാണ് നോഡൽ ഓഫീസർ, അപ്പോൾ അവിടെ സബ്മിറ്റ് ചെയ്യണം. എന്നിട്ട് അവര് ഇൻസ്റ്റിറ്റ്യൂട്ട് ലോഗിനിൽ പോയിട്ട് ഈ ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ. ഇനി once if you registered in DCE Scholarship and
you can apply for some other scholarship like this. CH Muhammad Goya Scholarship, അല്ലെങ്കിൽ Muslim Girls Scholarship, അല്ലെങ്കിൽ Professor Joseph Mondasheri Award. ഇത് മൈനോറിറ്റി വെൽഫെയർ സ്കോളർഷിപ്പ് ആണ്, കേരള ഗവൺമെന്റിൻ്റെത് തന്നെ. അപ്പൊ ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൽ പോയിട്ട് സെയിം ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ അതേ കാൻഡിഡേറ്റ് എന്ത് ചെയ്തു, CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് അതേ ID വെച്ചിട്ട് DCE ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊളീജിയറ്റിന്റെ അതേ ID വെച്ചിട്ട് CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ പോയിട്ട് സ്കോളർഷിപ്പ് ഡീറ്റെയിൽസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് PJMS ആണ് ഇപ്പം വിളിച്ചിരിക്കുന്നത്. PJMSന്റെ ഡീറ്റെയിൽസിൽ നമ്മൾ ചെറിയ ചേഞ്ച് കൊടുക്കണം. ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിം ഫ്രം ദ ലിസ്റ്റ്, സ്കൂളിന്റെ പേര്, നമ്മൾ പഠിച്ച സ്കൂളിന്റെ പേര് കൊടുക്കണം. പിന്നെ മാർക്കും ഈ ഡീറ്റെയിൽസും അപ്ലൈ ചെയ്തതിന് ശേഷം ഈ പ്രിന്റ് ഔട്ട്, PJMSന്റെ പ്രിന്റ് ഔട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് എവിടെയാണോ പഠിച്ചത്, പ്രീവിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടെയാണോ അവിടെയാണ് വെരിഫിക്കേഷന് കൊടുക്കേണ്ടത്. അപ്പൊ സ്കൂളിലാണ് കൊടുക്കേണ്ടത്, +2 സ്കൂൾ. ഓക്കെ, However, you can apply for view print application and you can provide the supporting documents, then submit for verification. ഇനി മൂന്നാമത്തത്, ഇതേ ലോഗിൻ ഡീറ്റെയിൽസ് വെച്ച് കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ നൽകുന്ന വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പും ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് കഴിഞ്ഞ വർഷത്തെ ഇപ്പൊ വിളിച്ചിട്ടില്ല, ഇതാണ് അതിന്റെ വെബ്സൈറ്റ്. അപ്പോ ഈ സ്കോളർഷിപ്പും അപ്ലൈ ചെയ്യേണ്ടത്, ഞാൻ മറ്റുള്ള ഡീറ്റെയിൽസ് കഴിഞ്ഞ വീഡിയോയിലുണ്ട്. യു ക്യാൻ once you registered in DCE Scholarship, you can use the same login ID for applying higher education also. Students login പോകുക, then you get registration ID, same നേരത്തെ കൊടുത്ത അതേ registration ID കൊടുക്കുക, date of birth കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, ഫ്രഷ് റിന്യൂവൽ. എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിന്നെ സ്കോളർഷിപ്പ് ഡീറ്റെയിൽസിൽ ഇവിടെ ഇതേപോലെ ഒരു വിൻഡോ ഓപ്പണിങ്ങും അവിടെ സ്കോളർഷിപ്പ് ഡീറ്റെയിൽസിൽ പോയിട്ട് വേണ്ട എന്ത് ചെയ്യാം, അഡീഷണലി ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി ഷോ ചെയ്യേണ്ടതാണ്. അപ്പൊ ഇത്രയാണ് ഓൺലൈനായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ, നിങ്ങളുടെ മൊബൈലിൽ നിന്ന് തന്നെ ഈ ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുമ്പോൾ ഒരിക്കലും തെറ്റാൻ പാടില്ല. 2 പേര് ക്രോസ് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത് വേണം ഈ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യാൻ. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. പിന്നെ അതിന് ശേഷം പ്രിന്റ് ഔട്ട് you can submit it to institution for verification. Okay, that's all. Thank you for watching this video.